ഇനി മേലെ ഓർഡർ ബ്ലോക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും വന്നു വരുത്. എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രോ അതാണ് ഓർഡർ ബ്ലോക്ക്, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്നുള്ള സംഭവത്തിനെ കംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞുതരാൻ പോവുകയാണ്. അതിന്റെ കണ്ടീഷൻസും എല്ലാ ഓർഡർ ബ്ലോക്കും തമ്മിലുള്ള കണക്ഷൻസ് എന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്റെ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രേഡിംഗിൽ ഉപകാരത്തിൽപ്പെടും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എന്താണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതായത് അവർ സെൽ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ബൈ മൂവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ സെൽ ക്യാൻഡിൽസ് ആയിട്ട് നമ്മളോട് മാർക്ക് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് ആയിട്ട് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ബൈ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു ബൈ മൂവ്മെന്റിനെ ഞാൻ ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബൈ മൂവ്മെന്റ് നടന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം പറഞ്ഞാൽ ഈ ഒരു എൻറ്റയർ സെൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓർഡർ ബ്ലോക്കിന്റെ ബേസിക്സ് കാര്യങ്ങൾ അറിയുന്നവർക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബൈ മൂവ്മെന്റ് നടന്നിട്ടുള്ളത് ഈ ഒരു എൻറ്റയർ സെൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബൈ മൂവ്മെന്റ് ആണ് ഇവിടെ എന്ത് മാനിപ്പുലേഷൻ ആയിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത് മാനിപ്പുലേഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട കംപ്ലീറ്റ് ഓർഡേഴ്സ് അവർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഗെയിൻസ്റ്റ് മൂവ് ചെയ്ത ഈ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഏരിയ നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഈ ഒരു ബൈ മൂവ്മെന്റ് നടന്നിട്ടുള്ളത് ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം. പ്രീവിയസ്ലി ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം ഈ ഒരു ബൈ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. പല ആൾക്കാരും പലതും പറയാറുണ്ട് ഓർഡർ ബ്ലോക്കിന്. ചിലർ പറയും അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നിരിക്കണം, ചിലർ പറയും അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ചിലർ പറയും അവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് നടന്നിരിക്കണം. ഇതിനെല്ലാം ഒറ്റ ഉത്തരവുള്ളൂ, പ്രീവിയസ്ലി ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംഭവം എന്താണ്, ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ പ്രീവിയസ്ലി ഇവിടെ എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു സിംഗ്ലോ ഉണ്ട്. സോ എൻറ്റയർലി ഈ മൂവ്മെന്റ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഈ ഒരു ബൈ മൂവ്മെന്റ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന മൂവ്മെന്റ് നടന്നിട്ടുള്ളത് എങ്ങോട്ടായിരിക്കണം, ഒരു പ്രീവിയസ്ലി ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇനി പലരും ചോദിക്കും, പല യൂട്യൂബിലും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇങ്ങനെയല്ലോ, ഒറ്റ ക്യാൻഡിലാണല്ലോ അവർ മാർക്ക് ചെയ്യുന്നത്, ലാസ്റ്റ് സെൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ബൈ ക്യാൻഡിലാണല്ലോ അവർ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ആണ്. ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്. ഈ ഒരു 5 ക്യാൻഡിൽ എന്ന് പറയുന്നത് 3 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. അപ്പൊ ഈ ഒരു സാധനത്തിന് ഞാൻ 15 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒറ്റ ക്യാൻഡിലായിരിക്കില്ലേ? ഈ ഒറ്റ ക്യാൻഡിലല്ലേ 12 നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത്ര മാത്രം അറിയിച്ചാൽ മതി. ഇനി ഒന്നും കൂടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് 4 അവറിന്റെ ടൈം ഫ്രെയിം ആണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക. കാരണം എന്താണ്, ഇവിടെ പ്രീവിയസ്ലി ഒരു സിംഗ്ലോ ഉണ്ട്, അതിലോട്ടുള്ള ഈ ഒരു സെൽ ക്യാൻഡിൽസിനെ ഞാൻ എന്തായിട്ട് മാർക്ക് ചെയ്തു, ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. ഉറപ്പായിട്ട് ഓർഡർ ബ്ലോക്ക് തട്ടിയിട്ട് അവിടെ റിവേഴ്സിൽ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളോട് ആലോചിച്ച് നോക്കുക, ഈ 3 ക്യാൻഡിൽ 4 അവറിലാണ്. ആക്ച്വലി ഇത് 1 അവറിലാണെങ്കിൽ എത്ര ക്യാൻഡിലായി? ഓൾമോസ്റ്റ് 12 ക്യാൻഡിലായില്ലേ? അപ്പോൾ ഈ ലാസ്റ്റ് സെൽ ക്യാൻഡിലാണെങ്കിലും ആ ഒരു എൻറ്റയർ മൂവ്മെന്റ് ആണെങ്കിലും ഇതാണ് ലോജിക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോരുത്തർ പറയുന്ന ഓർഡർ ബ്ലോക്കും തമ്മിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓർഡർ ബ്ലോക്ക് എന്നുള്ളതിൽ ഭയങ്കര ക്ലാരിറ്റി വരുത്തുക. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും കൂടെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവും.